ഫ്ലിപ്പ് അല്ല, ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് ചെയ്യാൻ പോണ. ഇതാണ് ഡയഗ്രാം. ആദ്യം നമ്മൾ ഈ എല്ലാ കണ്ടീഷനും ചെക്ക് ചെയ്യണം, ഇതിൽ വേരി ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പെരിമെൻറ്റിലെ സർക്യൂട്ട്, ഇതാണ് എക്സ്പെരിമെൻറ്റിലെ സർക്യൂട്ട്. ഇത് രണ്ടുമാണ് ഇൻപുട്ട്, ഇത് രണ്ടും ഔട്ട്പുട്ട്. ഓക്കെ, ഇനി 13 ഇല്ല 7 നിന്ന് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ നമ്പറും 11, 13, 12, 8, 9 ഒക്കെ നമ്മൾ ഈ സർക്യൂട്ട് ചെയ്യുമ്പോൾ +2 ചെയ്യണം. എക്സാമ്പിൾ 13 ആണെങ്കിൽ അതിൽ 15 അയക്കും അതിൽ. ഓക്കെ, ഇത് കൊടുത്തു. ഇൻപുട്ടാണിത്. ഇതാണ് ഇൻപുട്ട്, ഫസ്റ്റ് ഇൻപുട്ട്. ഇതാണ് ഇൻപുട്ടിൽ നിന്ന് 13ലേക്ക് കൊടു. അടുത്ത ഇൻപുട്ടായ ഇതിൽ നിന്ന് 10ലേക്ക്. 10 എന്ന് പറയുമ്പോൾ 12. അതിനുശേഷം ഈ കണക്ഷനും കൊടുത്ത് ഈ കണക്ഷനും കൊടുത്ത് ഇനിയുള്ള ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞ ഈ കണക്ഷനാണ് കൊടുക്കാൻ പോകണം. 12ൽ നിന്ന് 8ലേക്ക് ആണ് കൊടുക്കാൻ പോകണം. ഫസ്റ്റ് 12 എന്ന് പറയുമ്പോൾ 2 ആഡ് ചെയ്ത് 14ൽ നിന്ന് 8 എന്ന് പറയുമ്പോൾ 10ലേക്ക് കൊടുത്തു. അടുത്തത് ഈ ഒരു കണക്ഷൻ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊടുക്കാൻ പോണേ. അത് 11ൽ നിന്ന് 9ലേക്ക്. 11 എന്ന് പറയുമ്പോൾ 13, 9ലേക്ക്. 9 എന്ന് പറയുമ്പോൾ 11. ഓക്കെ, അടുത്തത് ഔട്ട്പുട്ട്. 11ൽ നിന്ന് ഒരു ഔട്ട്പുട്ടും എടുക്കുക, 8ൽ നിന്ന് ഒരു ഔട്ട്പുട്ടും എടുക്കുക. എന്ന് പറയുമ്പോൾ 10. 13ൽ നിന്ന് ഇതാണ് ഓർഡർ. അതിനുശേഷം 8ൽ നിന്നും ഒരു ഔട്ട്പുട്ട് എടുക്കാം. ഇതിന്ന് ഇങ്ങോട്ട് ഔട്ട്പുട്ടല്ലേ അന്നി കാണിച്ചു കൊടുത്ത്. ഇത് കാണിക്കും. 0-0ൽ അൺപ്രഡിക്റ്റബിൾ, അതായത് രണ്ടും കത്തിക്കഴിയുമ്പോൾ, രണ്ടും ഹൈ ആയി കഴിയുമ്പോൾ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് 0-1, അതായത് 1-0. ഇതെന്ന് പറയുന്നത് ക്യൂവും ഇത് ക്യൂ ബാറുമായിട്ട് എടുക്കാം. അടുത്തത് 1-0. അപ്പുറത്തേട്ട് ക്യൂ ബാറ് 1ഉം ക്യൂ 0 ആയിട്ട് മാറും. അടുത്ത 1-1ൽ നോ ചേഞ്ച്, അതായത് നേരത്തെ കിടന്ന ആ സെയിം ഇൻപുട്ട് തന്നെയാണ്, ഔട്ട്പുട്ട് തന്നെയാണ് സെക്കൻഡ്.